ഇവിടെ ഒരു വ്യക്തി സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു എയ്റോപ്ലെയിനിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ഒരു എയർ ഹോസ്റ്റസ് അയാളെ നിർത്തി അപമാനിക്കുന്നു. നിങ്ങൾക്കൊന്നും ആ ഫസ്റ്റ് ക്ലാസ്സിൽ കയറാൻ അർഹതയില്ല എന്നൊക്കെ അയാളോട് പറയുന്നു. പക്ഷേ ആ വ്യക്തി എയർ ഹോസ്റ്റസിനോട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ എയർ ഹോസ്റ്റസ് ടിക്കറ്റ് കാണിക്കാനേ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ടിക്കറ്റ്സ് കാണുന്നില്ല. സോ ആ വ്യക്തി എയർ ഹോസ്റ്റസിനോട് ടിക്കറ്റ് അയാളുടെ PA എടുത്താണെന്നും തരാൻ മറന്നുപോയാണെന്നും പറയുന്നു. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ച് ടിക്കറ്റ് കൊണ്ടുതരാൻ പറയാമെന്നും പറയുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് അയാളെ നോക്കി നിങ്ങളെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇനി നിങ്ങൾക്കൊരു PA കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് അയാളെ ചോദിക്കുന്നു. മാത്രമല്ല ആ മൊത്തം ഫസ്റ്റ് ക്ലാസ്സും ഒരേ ആൾ തന്നെയാണ് വാങ്ങിയത്. ആരാണ് അത്രയും വലിയ പുള്ളി എന്ന് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. അത് നിങ്ങൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിട്ട് ഇറങ്ങിപ്പോകുമെന്ന് അയാളോട് പറയുന്നു. അപ്പോൾ തന്നെ അയാൾ ഫോൺ എടുത്ത് അയാളുടെ PA വിളിക്കുന്നു. പക്ഷേ അതിന് പോലും ഒന്നും അനുവദിക്കാതെ അയാൾ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. മാത്രമല്ല അയാളെ നിർത്തി അപമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ PA അടുത്ത് വന്ന് ടിക്കറ്റ്സ് കൊടുക്കുന്നു. ടിക്കറ്റ്സ് കൊടുത്തതിന് ശേഷവും അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. അപ്പോൾ ആ വ്യക്തി ഞാൻ ഇപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ അയാളുടെ PA അവിടെ എല്ലാ എയർ ഹോസ്റ്റസിനോട് ചീത്ത പറയുന്നു. എന്നിട്ട് അവരുടെ ഇനി നോക്കിക്കോ, ഇനി എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ആർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് കാണിക്കുന്നത് അയാൾ ആ എയർലൈനിന്റെ തന്നെ മുതലാളിയാണ്. അവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവർ.